ഹായ് എവരി വൺ, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാനിന്നിവിടെ ക്രോഷ്യ ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഒരു ചെറിയ ടാഗ് എടുക്കുന്നുണ്ട്, പീച്ച് കളറിലെ യാൺ എടുക്കുന്നുണ്ട്. ഇത് 100% അക്രിലിക് യാണാണ്. ഇത് നമുക്ക് വാഷബിൾ ആണ്. ത്രീ mm ഹൂക്കാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ സ്ലിപ്പ് നോട്ട് ആയിക്കഴിഞ്ഞു. സ്ലിപ്പ് നോട്ട് ട്യൂട്ടോറിയൽസ് എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്ലിപ്പ് നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല. ടൈറ്റ് ആയാൽ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. എന്നാൽ നോട്ട് ഒത്തിരി ലൂസ് ആവാനും പാടില്ല. ലൂസായി കഴിഞ്ഞാൽ പെട്ടെന്നത് ഊരിപ്പോകും. സ്ലിപ്പ് നോട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന വേറെ രീതി കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഹൂക്ക് ടാഗിൻ്റെ താഴ്ഭാഗത്തൂടെ ചുറ്റിയെടുത്ത് യാണിൽ ചുറ്റി പഴയ പൊസിഷനിലെത്തി യാൺ ഒന്നുകൂടെ ചുറ്റി ആ ലൂപ്പിലൂടെ അകത്തേക്ക് കയറ്റി പുറത്തേക്ക് എടുത്തു. ഈ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൂക്ക് ടാഗിൻ്റെ താഴെ കൂടെ ചുറ്റി യാണിൽ ചുറ്റി വലിച്ച് മുകളിൽ കൊണ്ടുവന്ന് അവിടെ 2 ലൂപ്പ് ഉണ്ടാകും. ഈ ലൂപ്പിനകത്തൂടെ വീണ്ടും യാൺ ചുറ്റി വലിച്ചെടുത്തു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ റൗണ്ടും ജോയിൻ ചെയ്ത് ടൈറ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ടാഗ് വലിയുമ്പോൾ ടാഗിൻ്റെ കളർ പുറത്തേക്ക് വന്ന് കാണും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം മാക്സിമം ഫില്ല് ചെയ്ത് വർക്ക് ചെയ്യുക. നമ്മുടെ ക്രോഷ്യയുടെ ഫസ്റ്റ് റൗണ്ട് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്യണം. അതിന് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിലൂടെ നമുക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ച് ഈ 2 ലൂപ്പിനകത്തൂടെ അകത്തേക്ക് വലിച്ചെടുക്കണം. ഒന്നുകൂടെ കാണിക്കാം. നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ലൂപ്പിനകത്തേക്ക് നമ്മളുടെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് ഫസ്റ്റ് ചെയിനിൽ നോക്കി അതിനകത്തേക്ക് ഹൂക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ചുറ്റി ആ ചെയിനകത്തൂടെ വലിച്ച് കൊണ്ടുവന്ന് ഇപ്പോൾ 2 ചെയിനുണ്ട്. ഇനി രണ്ടാമത്തെ ചെയിൻ ആദ്യത്തെ ചെയിനകത്തൂടെ വലിച്ച് ലോക്ക് ചെയ്തു. അപ്പം നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. യാൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ യാൺ നമുക്ക് ആഡ് ചെയ്യാം. 2 ചെയിൻ കൊടുത്തു. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ചുറ്റും ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത ഈ 2 ചെയിൻസിനെ
ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഹൂക്ക് യാണിനകത്തൂടെ ചുറ്റി 2 ചെയിൻ ഇട്ട അതേ സ്പേസിലൂടെ ഹൂക്ക് ഇൻസേർട്ട് ചെയ്തു. വീണ്ടും ഞാൻ ചുറ്റിയെടുത്ത് പുറത്തേക്ക് വലിച്ച് നമുക്കിപ്പോൾ ഇവിടെ 3 ലൂപ്പാണുള്ളത്. ഞാൻ ഒന്നുകൂടെ ചുറ്റി ആദ്യത്തെ 2 ലൂപ്പിലൂടെ നമ്മൾ പുറത്തെടുത്തു. പിന്നെയും ഞാൻ ഒന്നുകൂടെ ചുറ്റി ലാസ്റ്റ് 2 ലൂപ്പിലൂടെ പുറത്തേക്കെടുത്തു. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ ഓരോ ചെയിനകത്തൂടെയും 2 ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് ചെയിൻ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ സ്പേസിൽ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യയാണിത്. ഇത് സെക്കൻഡ് ഡബിൾ ക്രോഷ്യയാണ്. 2 ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി ഈ റൗണ്ട് ഫുള്ള് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യണം. ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ വീതമാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് ലൂപ്പാണ്. ആ ലൂപ്പിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാനുണ്ട്. നമ്മൾ സെക്കൻഡ് റൗണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ ചെയ്ത പോലെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യണം. 2 ചെയിൻസ് ഉണ്ടാവും. 2 ചെയിൻസ് കഴിഞ്ഞ് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്ത ചെയിനിലൂടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ത്രെഡ് കട്ട് ചെയ്തിട്ട് അത് വലിച്ച് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിത് സെക്യൂർ ചെയ്യണം. സെക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് നീഡിൽസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ഓരോ നൂലിൻ്റെ ഇടയ്ക്കിടയിൽ നമുക്ക് കയറ്റി അതിനെ സെക്യൂർ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ക്രോഷ്യ ഹൂക്ക്, ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 3mm ഹൂക്കാണ്. ഇതിൽ ചെറിയ ഹൂക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഓരോ യാണിൻ്റെയും ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ ചുറ്റി കാണാനാകാത്ത വിധം ഇതിനെ നമുക്ക് ചുറ്റി സെക്യൂർ ചെയ്യാം. ലാസ്റ്റ് നമുക്കിത് കട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ സ്ക്രഞ്ച് റെഡി ആയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കൊക്കെ സ്ക്രഞ്ചീസ് ഒത്തിരി ഇഷ്ടമാവും. Thank you for watching my video.